അങ്ങനെ സ്കൽ ഐലൻഡിലെത്തി. ഈ ഐലൻഡിൽ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ജീവികളുണ്ട്. നോക്കിയപ്പോ ദൂരത്തൊരു വ്യത്യസ്തമായ ബേർഡ് ഇരിക്കുന്നത് കണ്ട് പ്രിസ്റ്റൺ അതിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ തൊട്ടടുത്ത മരത്തിലിരുന്ന ആയിരക്കണക്കിനുള്ള ബേർഡ്സ് പറന്നു പോകുന്നു. ഇത് കണ്ട് ക്രൂ ഷോക്ക് ആകുന്നു. അപ്പൊ മീസൺ നോക്കുമ്പോൾ ഒരു വലിയ ബഫലോയുടെ ദേഹത്തെ ഹെലികോപ്റ്റർ തകർന്നു കിടക്കുന്നു. ഉടനെ അവൾ അതിനെ പുറത്തു കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ എടുത്ത് മാറ്റാൻ നോക്കുന്നു. എന്നാ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഹീറോ ആയ കിങ് കോങ് വന്ന് പുഷ്പം പോലെ ആ ഹെലികോപ്റ്റർ എടുത്ത് മാറ്റി ബഫലോയെ രക്ഷിക്കുന്നു. അപ്പൊ ടീമിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരാള് മരത്തിന്റെ പുറത്തിരുന്ന് ക്രൂവിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. എന്നാൽ ഉടനെ അവനിരുന്ന മരം അനങ്ങാൻ തുടങ്ങി. നോക്കുമ്പോ അതൊരു മരമേ അല്ലായിരുന്നു, ഒരു ജെയിന്റ് ഇൻസെക്ട് ആയിരുന്നു. പെട്ടെന്ന് അവൻ ഗണ്ണെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഇൻസെക്ട് പേടിച്ചു മാറുന്നു. എന്നാൽ അവന്റെ പുറകിലെ ഗണ്ണിന്റെ സൗണ്ട് കേട്ട് മറ്റൊരു മോൺസ്റ്റർ വന്ന് അവനെ കൊല്ലുന്നു. ശേഷം എല്ലാരും കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ റിവറിൽ നിന്നൊരു മലയുടെ അത്രയും വലിപ്പമുള്ള ഒരു ജെയിന്റ് ബഫല്ലോ എണീക്കുന്നു. ഇത് കണ്ട് പേടിച്ച ടീമിലെ ഒരുത്തനുടനെ അതിനെ വെടിവെക്കാനായിട്ട് പോയതും നമ്മുടെ ലോക്കി വന്നിട്ട് അതിനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നു. ഉടനെ ബഫലോയും തിരിഞ്ഞ് അതിന്റെ കാര്യം നോക്കി പോകുന്നു.